വെൽക്കം ബാക്ക്. ഷെബിയാണേ. അങ്ങനെ നമ്മളിപ്പോൾ കരുവാരക്കുണ്ട് വന്നിരിക്കുകയാണ്. കരുവാരക്കുണ്ട് ഒരു അടിപൊളി പ്ലേസിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി നമ്മൾ അടുത്ത എന്താ പറയുക, ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ അങ്ങോട്ടാണ് പോണത്. നമ്മൾ ഇന്ന് പോലെ ഗൈസ് നമ്മൾ കരുവാരക്കുണ്ട് പോവാണ്, എത്തിയിട്ടില്ല. അപ്പോൾ ഏകദേശം എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് കാടൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ കുറച്ച് നേരത്തെ അവിടെ മല എന്താ പറയുക, ആ മലയിൽ നിന്ന് വരുന്ന വാട്ടർ ഉണ്ട്, നല്ല ഫ്രഷ് നാച്ചുറൽ വാട്ടർ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വണ്ടിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് കേൾക്കി, നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് കേൾക്കി സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടർന്ന് നിൽക്കുകയാണ്. നല്ല അടിപൊളി റോഡല്ലേ. ഞാൻ ഹോട്ടലിൽ കിട്ടണം കേസ്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതാണ്, വിശന്നിട്ട് നിൽക്കാൻ വയ്യ. അപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ തപ്പി പിടിക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയാണേ. നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ പോണത് നമ്മളെ കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തേക്ക്. അതിൻ്റെ പേര് പറഞ്ഞേ യെസ് ഗൈസ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ ചേച്ചി എന്താ പറയുക, ഓരോ വൈക്കൂടി ഇങ്ങനെ കയറ്റിക്കൊണ്ടുണ്ട്. എവിടെ എത്തുന്നൊരു ഐഡിയ ഇല്ല. കഷ്ടക്കാരാണ്, കഷ്ടക്കാരം. എന്തായാലും നല്ല ചുരുക്കുള്ള റോഡാണ് കേട്ടോ. അങ്ങോട്ടുള്ള റോഡല്ലെങ്കിലും സാരില്ല. അപ്പം ചുറ്റി പോകും. റോഡ് പിന്നെ ഏതൊന്നും അറിയില്ല. ഞാൻ അതിന് പരിക്കെത്തിയുണ്ട്. താത്ത കുറച്ച് കഞ്ചീരി വെച്ചിട്ടിരുന്നു. ഏതൊക്കെയോ നാട്ടുപുറത്തുകൂടെ പോകണം. റോഡൊക്കെ അടിപൊളി റോഡാ. ഒരു ചെറിയൊരു എന്താ പറയുക, കുഴി പോലും ഇല്ല. ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും 4x4 വണ്ടിന് നമ്മളെ വണ്ടിയൊന്നും പറ്റൂല. റോഡ് ഏതൊക്കെയോ ഒരു മലന്റെ ഉള്ളിൽ എത്തിക്കണം നമ്മള്. അതായത് രസമുണ്ട് പരിപാടിയാണ്. ഏട്ടാ നേരെ താഴത്തേക്ക് റോഡില്ലേ വണ്ടിയില്. ഈ വീട് രസമുള്ളതാണല്ലേ. അടിപൊളി പാലുണ്ടേ. ഇവിടെ വെള്ളം ഉണ്ടാവും നമുക്ക്. മലൻ്റെ ഓരോന്ന് വരുന്നതാണിത്. വെള്ളങ്ങളിലൊക്കെ വിടുണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട, ഏതൊരു അടിപൊളി സ്ഥലം. റോഡ് വെള്ളച്ചാട്ടം ഇങ്ങോട്ടാണല്ലോ. വണ്ടി പോരാ.
44 ആവശ്യമില്ല. മൊത്തം ഓഫ് റോഡാണേ. അലൈൻമെന്റൊക്കെ പോകും. എന്തോ ഒരു വണ്ടിന്റെ കാറിന്റെ പൊട്ടിപ്പോയതാ. ശരി, തട്ടിയതാണ്. അങ്ങനെ രണ്ട് എക്സ്പീരിയൻസ് ഒന്ന് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം. കൊണ്ടച്ചാണം ഗവൺമെന്റ്, പുഴ ഗവൺമെന്റ് അല്ലേ? സർക്കാരിന് പെട്ടു പഞ്ചായത്തിന്റെ ഇതിൽ. പറയുമ്പോൾ ആൾക്കാർ നുണ പറയണമെന്ന് തോന്നുന്നു. നുണ പറഞ്ഞാലിത് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ആൾക്കാർക്ക് അറിയില്ലേ. ഇതൊക്കെ അടുപ്പിച്ച് നോക്കിയാൽ ഓരോ വര കാണാം വണ്ടിൻ്റെ അടി എത്തിയത്. ആരും അങ്ങനെ കൊണ്ടുവരും ചില ആൾക്കാർ. പോരും. കാറിൻ്റെ പോകാനാണ് കാറിൻ്റെ അടിയത്തിങ്ങോട്ട് പോകണം. മൊത്തത്തിൽ കയറ്റാണ് ഫുള്ള് കയറ്റല്ലേ? നിങ്ങളിപ്പം ഞങ്ങളെ അവിടെ ഇറക്കി നിങ്ങൾ പോരില്ലേ? പോരൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. ശരിയാ. ഇപ്പം ഇതിലൂടെ പോയാലും ഇവിടെ വരും, ഇവിടെ കൊണ്ടുവരാൻ വരും. ഇപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ താഴത്ത് കറങ്ങിക്കൊണ്ടാണ് കൊടുക്കും. മെയിൻ വഴി തന്നെ. ആ അങ്ങനെ ഞങ്ങൾ 600 റുപ്യ വാങ്ങണം താഴത്തുനിന്ന്. മുകളിൽ നിന്നാണ് ഞങ്ങൾ 500 റുപ്യ വാങ്ങുള്ളൂ. ശരി. അതൊക്കെ കല്ലിൻ്റെ അടുത്തൊക്കെ വേണ്ടോ ഇപ്പോൾ ഓരോ പാണ്ട് അടിയടുത്തെല്ലാം ഇല്ലേ? എന്നാലും അവരെ ഇറക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ. എന്നാലും അവരെ ഇറക്കിക്കൊണ്ടിരുന്നുണ്ടല്ലോ. വണ്ടിയാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. ആ ഓലിക്ക് പറ്റുന്നുണ്ടല്ലോ. അല്ല നമ്മൾ വണ്ടി ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. തീരൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നും അറിയില്ലല്ലോ. ഞങ്ങൾ മഞ്ചേരിയില്ല. മഞ്ചേരിയില്ല. മഞ്ചേരിയാ. ഇനി ഇവിടുന്ന് പൈസ അങ്ങനെ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതല്ലേ പറയുന്നത്. നമ്മൾ ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു കീട്ടിലാണ് ഓഫ് റോഡ് ഇപ്പോൾ കഴിഞ്ഞ്. നല്ല രസമുണ്ട് പരിപാടി. പറിക്കരുത്. ഇതന്നെയല്ലേ ഇപ്പം നാളത്തെ വീട് വെറുതെ ഇങ്ങോട്ട് വരുന്ന പ്ലേസൊക്കെ ഉഷാറാണ്.
അതല്ല അത് പോക്കറ്റ് കിട്ടും. മറ്റേ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അതല്ല. അയ്യോ ഒരു അടിപൊളി. ഇതൊരു ബ്രിഡ്ജാണേ. ഇതിന്റെ താഴത്ത് ഇതാണ് ആ സംഭവം. അതിന്റെ താഴെ വരെ പോവാ. അതാണ് ഇന്ന് സൺഡേ അല്ലാത്തതുകൊണ്ട് ഇന്ന് തിരക്കൊന്നുമില്ല, ഉഷാറായിട്ട് പോവാ. ആരോടാ ഇതാണ് ഗൈസ് എന്താ പറയാ കേരളക്കുണ്ട് വെള്ളച്ചാട്ടം. നമ്മളെ കരുവാരക്കുണ്ട് ആ ഫേമസ് ആയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അത്. ഇവിടെ നിന്നിട്ട് താഴേക്ക് റോഡുണ്ട്. ഈ റോഡിന് ഇങ്ങനെ താഴേക്ക് പോകാം. ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് വേറെ വൈബാണ്. ഇവിടെ ഇനി ശരിക്കും എൻ്റെ ഇത് തന്നെ കേട്ടോ. ഇതാണ് മെയിൻ പോയിന്റ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് ഇവിടെ വെള്ളം കുറഞ്ഞുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ ഫേമസ് ആയ വെള്ളച്ചാട്ടം. എന്താല്ലേ എൻ്റെ ക്ലാരിറ്റി ഒക്കെ. ഇതൊക്കെ ആ മലൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണേ. ഒരു പന്ത് കിട്ടുമോ നമുക്ക്? മറ്റേ അടിച്ചാൽ മതി. നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം. ഇന്നലെ പോകണമെങ്കിൽ നമുക്ക് ആറ്റിക്കറിഞ്ഞേ നടക്കണമെങ്കിൽ എത്രങ്ങാനും നടക്കണം അല്ലേ? എന്തായാലും ഓഫ് റോഡ് മുതലായിട്ട് നമുക്ക് 600 റുപ്യേനെ ഒരു ജീപ്പിന് തന്നെ. ഇക്കണ്ട കാറ്റൊക്കെ ഇനി വേറാളതാ. അല്ലാ കേറല്ലേ ബാബാ ജീപ്പിലെ കാക്കമ്മളെ കാത്തൊക്കെ ഉണ്ടാവും അവിടെ. നല്ലൊരു ഐഡിയ അല്ലേ? നല്ല ഒന്നും വേണ്ട, ജീപ്പ് ഓട്ടാൻ കയറി നമുക്ക് തന്നെ എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് മുടിയാ പോടാ. ഇതന്നെ എല്ലായിടത്തും നടക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി വികസിക്കാനുണ്ട്. കിടക്കണം കയ്യില്. ആ വൈഡ് കിട്ടാൻ തീരടാ വെറുതെ. ബീസണിൽ മാത്രമേ ഉള്ളൂ. ബീസണിൽ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ ചേച്ചി ഒരു ഹായ് പറഞ്ഞാൽ എല്ലാവരും പാടെ വാ ഉഷാറായിക്കണേ. ഇപ്പഴ റെഡി ആയിട്ടോ. നമ്മളിത് കണ്ടില്ലേ? അത് പൊളിയാണല്ലോ. പതുക്കെ അങ്ങോട്ട് പോണ് പറയേണ്ടി വരും. നീ ബൂട്ട് പോയി അങ്ങനെ എന്താ തണുപ്പറിയോ? തണുപ്പില്ല സ്ഥലത്ത് വെള്ളം തൊട്ടക്കണമെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടത്. ചാടാൻ മതി. അറിയാമെങ്കിൽ സംഭവം അടിപൊളി പ്ലേസ് ആട്ടോ. അതൊക്കെ നല്ല തണുത്ത വെള്ളം. ആ കാണുന്ന മലൻ്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളമൊക്കെ വരുന്നത്. അതാണ് ഇത്ര തണുപ്പ്. നാച്ചുറൽ വാട്ടറാണ് ഇതിൽ. പിന്നെ കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി അടുത്ത കല്ലരട്ടെ. അയ്യോ വലിയ അതിലേറെ ഉരുള ഞെറുന്നേക്ക് പിടിച്ചോ. ഞങ്ങളിന്ന് ഇവിടെ ഉരുളാക്കിയിട്ടേ പോവുള്ളൂ. ചെറിയ കല്ലാട്ടെ. അയ്യോ സംഭവം ചെറുതിലെ കല്ലാണ്. അത് താഴത്ത് കച്ചടാ. അത് താഴത്ത് കച്ച് നോക്കിയാ അത് ഉപ്പും. ഇങ്ങാണോ അടുത്ത ഈ വലുതാണ്. ഇത് മതിയോ? എറിയുമ്പോ മനസ്സിനൊരാഗ്രഹം. ഇങ്ങടൊക്കെ എറിയുമ്പോ മനസ്സിനൊരാഗ്രഹം ഇങ്ങനെ എറിഞ്ഞെന്നാലോ ഒന്ന്.
ഇത് വേണമെങ്കിൽ അതില്ല. ഇപ്പൊ എങ്ങനെ ആകോ നിറച്ച് മീനുകളുണ്ട് കേട്ടോ ഇവിടെ. പുള്ളിപ്പല്ലാണ് അധികം. ഇതുണ്ടല്ലോ ഒരെണ്ണം, അതൊന്നുമല്ല 2-3 വന്നു കഴിഞ്ഞാൽ ഉഷാറാ. അതെന്ത് പരിപാടിയാ ഇത്രയും നേരം ചിരിച്ചാണ്ട്? ഇപ്പൊ ഞാൻ അടുത്തൊക്കെ എന്തായി ഓവറാണോ? എന്നാ ലെവലാക്കി തരാം. അറിഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടാലോ കല്ല് കല്ലോ ആ വലുത് നിർത്തോ തരുന്നതേക്കാണ് ഒരു മൈൻഡ് അങ്ങനെ പോകണം. എന്ന് ഇപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് ചുറ്റിക്കറങ്ങി വരണം. ഇനി സംഭവം എന്താ വെച്ചാല് വഴുക്കലാണ്. വഴുക്കൽ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്ന് പോകണം. ഞാൻ ഈ ചവിട്ടണോടത്തൊക്കെ വഴുക്കലുണ്ട്. മിക്കവാറും ഞാൻ ഇവിടെ കൊഴിഞ്ഞാടും. ആ ഇവിടുന്ന് ആനൊക്കെ കിട്ടിപ്പോ. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മളിനി തിരിച്ചു പോകണേ. എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ചോദറ പതുക്കെ ഞാൻ ചിലപ്പോൾ കൊഴിഞ്ഞൊക്കെ ചോടും. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ കാര്യം അത് ചോദിക്കോ. അപ്പൊ ചേച്ചി ഓക്കെ ടാറ്റ. വെള്ളത്തിലിറങ്ങി ഞങ്ങൾ മുണ്ടൊന്നും നിർത്തില്ല. വെറുതെ അതല്ല നിങ്ങൾ ഇവിടെ തന്നെ ചോദിച്ചു. കൽക്കുണ്ട്. ഈ കൽക്കുട്ട് വേറെ ഇത് വേറെയാ? അവിടെയും ആൾക്കാരുണ്ട്. അല്ല ഇതൊക്കെ അതിന് പെട്ടെന്നല്ലേ. നമ്മൾ നേരത്തെ പാലം കറങ്ങില്ലേ, ആ വെള്ളമൊക്കെ ഇതിന്റെ ബാക്കിയാ. അല്ല അവിടേക്ക് പോകാൻ പറ്റും. പാർക്കാ ഓക്കെ. ഇവിടെ സ്ഥലം അത് റെന്റിന് എടുത്താണ്ട് ഒരു ചെയ്യണേ. ഒരു സ്ഥലം ഇപ്പൊ വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യാം. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞമ്മക്കുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. ഇനി കയറ്റം മൊത്തം കയറുന്നത് ഇങ്ങനെ പിടിച്ച ഇതിന്റെ സ്റ്റെബിലിറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മൾ 20 ഉറുപ്പിക കൊടുത്ത് കാക്കക്ക് ഇപ്പം അതിൻ്റെ 2-3 മടങ്ങ് കൊടുക്കേണ്ടി വരും. പതുക്കെ കടന്നാൽ മതി. അതൊക്കെ നമ്മളിപ്പോൾ നടന്നെങ്കിൽ ഇതിലെ അവസ്ഥ ആലോചിച്ചോക്കാം. എവിടെ മതി ഞങ്ങൾ പോകണ അറിയാം നമ്മള്. നിന്റെ സ്റ്റാമിന പറ്റേ പോയി കിടക്കുക. ഞങ്ങട്ട് അവിടെ എന്തോ ഗ്രൗണ്ടിലോടാനോ. ഞാൻ രാവിലെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ നമ്മളടുത്ത് ആ റോഡുണ്ടല്ലോ, അങ്ങനെ പോകും. മലമ്പ്രായിൽ അങ്ങനെ പോയിട്ട് ഏകദേശം ചോരക്ക ചന്തൻ്റെ തരാം. അതറിയില്ല, ഞങ്ങൾ ചേച്ചിയോട് ചോദിച്ചു. നിരീക്ഷിക്കാൻ വേണ്ടി പോലീസ് ഫോറസ്റ്റ് കറക്റ്റ് അറിയില്ല. കണ്ടിട്ട് പോലീസുകാർ ലുക്ക് ഉണ്ട്, പക്ഷെ ഫോറസ്റ്റ് ഇവർക്ക് രണ്ടൊക്കെ യൂണിഫോമിൽ വ്യത്യാസമാണ് അല്ലേ. കാക്ക നമ്മളത് കാണാം. അവിടെ കണ്ട റേഞ്ച് വന്നോ എന്താ അറിയോ, നേരത്തെ അടി തയ്യാറല്ലേ. ഞാൻ അതിനകത്ത് പോണെന്ന് യൂസ് ചെയ്യാം. തിൻ്റെ റബ്ബേ, നമ്മളെ കാക്ക നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് അവിടെ. കാക്കക്ക് 600 റുപ്യക്ക് ഇനി 300 റുപ്യ അവിടെ കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ വെയിറ്റിംഗ് ചാർജ് ആണുണ്ട്. അത് ഞാൻ അതിൻ്റെ കൂടെ വിളിച്ചു പോയാ ഇനി. കാക്ക വണ്ടിടിക്ക് പോവാം നമുക്ക്. ഞാൻ കുഴങ്ങി ഗൈസ്, കുഴങ്ങി. ഈ ജീപ്പിലാട്ട് നമ്മൾ വന്നേ. അപ്പം എന്നാ നമുക്ക് പോവാം. ഇവിടെ ഇതേമാതിരി റെന്റിനൊക്കെ സ്ഥലം കൊടുക്കുമോ?
റെന്റിന് അവിടുന്ന് താഴ്ന്ന് 4 കിലോമീറ്റർ താഴെ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് യാക്കൂബ്. സംഭവം ഇഷ്ടമാണ് കേട്ടോ അവിടെ താഴെ പോയിട്ട്. അതേമാതിരി തന്നെ മുകളിലുണ്ട് വേറൊരു ഒരു റിസോർട്ട് ഉണ്ടാക്കണ്ടല്ലേ, അതിൻ്റെ മുകളിലുണ്ട് ഒരു പാറ, ഒരു സമ്മേളനം കൂടാം. വലിയൊരു പാറയാണ്. ആ പാറിൻ്റെ മുകളിലാണ് ഈ വെള്ളം ഒലിച്ചു വരുന്നത്. ഫോറസ്റ്റിൻ്റെ കുറച്ച് എടുത്ത് കാണിച്ചിരുന്നു. നിങ്ങൾ മഞ്ചേരി ടൗണിൽ തന്നെയാണോ? ഞങ്ങൾ മഞ്ചേരി വയനാടും ഞാൻ ഷാർജ. പഴയ കൃഷ്ണപ്രിയ കേസ് കണ്ടോ? പഴയ കൃഷ്ണപ്രിയ കേസൊക്കെ അതിനുണ്ട്. പിന്നെ ആരാ വരുന്നു ആരാ പോകണമെന്നും കൂടി അറിയില്ല. ഇവരെ വണ്ടി കൂടെ വന്ന് വന്നിങ്ങനെ പോകും. ഇപ്പം നമ്മൾ പോകുമ്പോൾ ഇപ്പം ഞങ്ങളെ പോലത്തേലൊക്കെ അറിയും. മറ്റേത് ഇവിടെ ഒരാളേലും കൊന്നിട്ട് പോയാലും അറിയില്ല. ആരും വീട് താമസമൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ഏറ്റവും മെച്ചക്കാർക്കാന്നറിയോ, ഈ സ്ഥലക്കാർക്ക് മെച്ചുണ്ടാവും. ഓർക്ക് എവിടെ മറ്റേ ഓർക്ക് ലക്ഷക്കണക്കിന് സ്ഥലത്തിന് വില പോകും. ഹൈവേ ഒരു കോടിയൊക്കെയാണ്. ഇത് ലക്ഷക്കണക്കിനാണ് കൂടുതൽ. ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്. ഇത് പിന്നെ 67 ടീമുകളാണൊക്കെ. കാഞ്ഞിരപ്പള്ളി, പാല, ഓരോരുത്തർ അവരും പഠിച്ചു. ഒരു കാലത്ത് മൊത്തത്തിൽ തമിഴന്മാരും ആ തമിഴന്മാരുമായി പങ്കാളികളായി. തമിഴ് നാട്ടിൽ അവർക്ക് നല്ല തട്ടുന്നുണ്ട്, ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് സർക്കാരിൻ്റെ മലപ്പുറത്താണ് വലുതിൻ്റെ എയർപോർട്ട് ടൂറിസം അവിടെയാണ് വലുത്. ഗവൺമെൻറ്റിൻ്റെ ഇതിൽപ്പെട്ടാണ്. തുടങ്ങി വന്നേ അവിടെ കിട്ടോ? ആ ഉണ്ട്. എങ്ങനെ ഇതിന്റെ മുന്നേ എന്തേന്ന് പണി? ഇതാണ് ടാക്സി തന്നെ. ഇവിടെ ടൂറിസ്റ്റ് തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ എന്നാ ശരി, ഞങ്ങൾ വരാം. ആയിക്കോട്ടെ. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഉണ്ണി. ഉണ്ണി. ഷബീബ്. ഷബീബ് എൻ്റെ മകൻ്റെ പേരാണ്. ഞങ്ങൾ രണ്ടാൾ മൊബൈൽ ഷോപ്പിലായിരുന്നു. ഇപ്പോൾ ഞാൻ മൊബൈൽ ഷോപ്പിലും. നമ്മൾ കൂട്ടിയിട്ടിട്ടില്ലല്ലോ. നല്ല കാര്യമാണ്. എന്നാ ശരി, ഞങ്ങൾ വരാം. ഓക്കെ. ഈ എങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞു. എന്നാ കയറ നമ്മളവിടെ പോയപ്പോണ്ടല്ലോ നല്ല സ്നേഹമല്ല ചേച്ചിയാണേ. 2 ചേച്ചിമാരുണ്ടായിരുന്നു അവിടെ. അവർക്ക് നല്ലോണം നമ്മളെ ഇഷ്ടപ്പെട്ടു. അതേമാതിരി നമ്മളെ ഓഫ് റോഡ് കൊണ്ടുപോയി നമ്മളെ ജീപ്പിത്തെ കാക്ക മൂപ്പര് ഉഷാറാണ് കേട്ടോ. അടിപൊളി ഡ്രൈവറാണ് മൂപ്പര്. ആ ഓഫ് റോഡ് കിടക്കുക. അതേമാതിരി തന്നെ 20 റുപ്യാണ് അവിടേക്കുള്ള എന്താ പറയുക ടിക്കറ്റ് ഫീ വരുന്നത്. ആ 20 റുപ്യക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉഷാറാണ്. പിന്നെ എന്താ വെച്ചാൽ ശനി ഞായർ നല്ല തിരക്കേ കാരം. ആ സമയത്ത് നമുക്കൊന്നും കാണാനും ഇതിനൊന്നും പറ്റാനുണ്ടാവില്ല, വീഡിയോ എടുക്കാനൊന്നും. അതിൻ്റെ ഇടയിലില്ല, തിങ്കൾ മുതൽ വെള്ളി വരെയല്ല ഏതെങ്കിലും ദിവസം പോയാൽ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സംഭവം അടിപൊളിയാണ്. ടിക്കറ്റ് എന്തായാലും 20 റുപ്യ ഉണ്ടാവുള്ളൂ. ആ 20 റുപ്യക്കുള്ള എന്തായാലും ഉണ്ട്.
അപ്പം ഇവിടുന്ന് ഓഫ് റോഡ് ഉണ്ട്, ജീപ്പ് സർവീസ്. കാരണം ഒരുപാട് നടക്കാനുണ്ട്, മൊത്തം എന്താ പറയുക ഇതാണ് കയറ്റാണ്. അപ്പോൾ നടന്ന് കയറാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആ ഇടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പ് സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 600 റുപ്യേന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 600 റുപ്യേനുള്ളത്. സംഭവം അടിപൊളിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പിൽ കയറിയിട്ട് നമുക്ക് പോവാം. ഇനി അതല്ല നമുക്ക് നടന്നു വേണമെങ്കിൽ കയറാം. ഞാനല്ല ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് നമ്മളെ താറ് പോലത്തെ നമ്മളെ 4x4 ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾക്ക് പോവാം. എന്തായാലും സംഭവം ഉഷാറായി. കിട്ടിയോ? കിട്ടി. അതാ വീഡിയോ തന്നെ ഉണ്ട്. ഒന്നിനും പെടങ്ങ ഇങ്ങനെ തിരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. നോക്കി, നല്ല അടിപൊളി സ്ഥലം അല്ലേ. നമ്മൾ കാർ അവിടെ നിൽക്കുന്നുണ്ട്.